പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത് എൻ്റെ മണ്ഡലത്തിൽ ഈ ബഡ്ജറ്റിനെ പറ്റി ഒന്നും ഞാൻ പറയാതെ വേറെ കാര്യം പറയാൻ കാരണം ഒരു കാര്യവുമില്ല. 20% വെച്ച് എൻ്റെ മണ്ഡലത്തിലെ 4-5 പ്രോജക്റ്റ് അങ്ങയുടെ ഇൻബോക്സിൽ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6-7 മാസമായി. സാറിനെ ഞാൻ നേരിട്ട് എത്ര വിളിച്ചു, സർ എന്താണ് ഇത് ഫോർ ബെറ്റർ സൈഡ്, പിന്നെ എന്തിനാണ് നിങ്ങൾ 20% ഇതിൽ വെക്കുന്നത്? 100 രൂപ വെച്ചാൽ പോരെ, ടോക്കൺ വെച്ചാൽ മതി. നിങ്ങളൊന്ന് വന്ന് പറയൂ, പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതേ തരൂ എന്ന് അങ്ങ് ഇന്ന് പ്രഖ്യാപിക്കണം. ഞങ്ങൾ 2ാം തരം പൗരന്മാരാണ് അല്ലേ? നിങ്ങളുടെ ദൃഷ്ടി ഞങ്ങൾ ഓടളിക്ക് വന്നതല്ല, അവിടെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ചു വന്ന MLA ആണ് ഞാൻ. സർ, അവിടെയുള്ള തൊട്ടടുത്ത അയൽവാസിക്ക് കൊടുക്കുന്ന ഒന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. സർ, ഞാനത് അങ്ങയുടെ മുന്നിൽ വന്ന് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുക. സർ, നരിക്കുനി ഫയർ സ്റ്റേഷൻ എനിക്ക് അംഗീകാരം കിട്ടിയിട്ട് എത്ര സമയമായി സർ? ആ അംഗീകാരം തന്നിട്ട് 3-4 വർഷമായി. ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് അഷുറൻസ് തന്നാണ്, നിങ്ങൾ അത് 5 ഫയർ സ്റ്റേഷനിൽ 2 മതിയെന്ന് തീരുമാനിച്ചു, അല്ല 4 മതിയെന്ന് തീരുമാനിച്ചു. ആ 4 മറ്റുള്ളവർക്ക് കൊടുത്ത് അവരൊക്കെ പോസ്റ്റർ ഇറക്കുമ്പോൾ ഞാൻ അവിടെ വായി തുറന്നിരിക്കുക. സർ, ഞങ്ങൾ അവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞ് ഭൂമി കൊടുത്തു. സർ, എൻ്റെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരണമെന്ന്. അതനുസരിച്ച് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ എഴുതി അങ്ങേക്ക് തന്നു. അങ്ങ് പറഞ്ഞത് പണ്ട് നബാർഡിലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ആ നബാർഡ് എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ വിവരം എനിക്ക് തരണം എന്നാണ്. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ. പക്ഷെ അവിടെ വന്ന് പറയണം, ഇവനെ ഞങ്ങൾ 2ാം തരം പൗരനായി കാണുന്നതുകൊണ്ട് തരാൻ പറ്റില്ല. സാർ, ഞാൻ വൈകാരികമായി പറയാണ്. അങ്ങനെ മുന്നിൽ വന്നിരിക്കും ഞാൻ. ഒരു മണ്ഡലത്തെ ഇങ്ങനെ വിവേചനത്തോടു കൂടി കാണരുത്.